നമസ്കാരം കൂട്ടുകാരെ. 9ാം ക്ലാസ്സിലെ ഗണിതത്തിൻ്റെ രണ്ടാം അധ്യായമായ പുതിയ സംഖ്യകളുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്കിലെ ആദ്യ പ്രവർത്തനമായ സമചതുരത്തിൻ്റെ വികർണം എത്ര എന്നതാണ്. നമ്മൾ ഒന്നാമത്തെ വീഡിയോയിൽ പൈത്തഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ച് വികർണം കണ്ടെത്തിയത് എല്ലാവരും ഓർക്കുമല്ലോ. ഇവിടെ ടെക്സ്റ്റ് ബുക്കിലെ രീതിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യം നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ചോദ്യം. ഒരു സമചതുരത്തിൻ്റെ വശത്തിൻ്റെ നീളം 1 മീറ്റർ ആണ്. അതിൻ്റെ വികർണം വശമായി വരുന്ന പുതിയ സമചതുരത്തിൻ്റെ ചുറ്റളവ് ആദ്യത്തെ സമചതുരത്തിൻ്റെ എത്ര കൂടുതലായിരിക്കും? പുതിയ സമചതുരത്തിൻ്റെ വശത്തിൻ്റെ നീളം എത്ര? അപ്പോൾ നിങ്ങൾക്ക് ചോദ്യം വ്യക്തമായോ? പുതിയ സമചതുരത്തിൻ്റെ ചുറ്റളവ് പഴയ സമചതുരത്തിൻ്റെ എത്ര കൂടുതലായിരിക്കും? അത് കണ്ടുപിടിക്കണം. അതുപയോഗിച്ച് പുതിയ സമചതുരത്തിൻ്റെ വശത്തിൻ്റെ നീളം നമുക്ക് കണ്ടുപിടിക്കണം. പുതിയ സമചതുരത്തിൻ്റെ വശത്തിൻ്റെ നീളം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സമചതുരത്തിൻ്റെ വികർണം തന്നെ ആയിരിക്കും. നമുക്ക് ഉത്തരം കണ്ടെത്തിയാലോ? ഈ ചിത്രം ശ്രദ്ധിക്കൂ. ഈ ചിത്രത്തിൽ വശം 1 മീറ്റർ ആയിട്ടുള്ള ഒരു സമചതുരമാണ് തന്നിരിക്കുന്നത്. എല്ലാ വശങ്ങളും ഓരോ മീറ്ററാണ്. ഓക്കെ. ഇനി ഇതിൻ്റെ വികർണം വശമായി വരുന്ന ഒരു പുതിയ സമചതുരം നമുക്ക് വരച്ചാലോ? രണ്ടാമത്തെ ചിത്രത്തിൽ നീല നിറത്തിൽ കാണുന്ന ഭാഗം നോക്കൂ. അതാണ് നമ്മുടെ പുതിയ സമചതുരം. ഈ പുതിയ സമചതുരം നമ്മൾ എങ്ങനെയാണ് വരച്ചത്? ഇവിടെ വികർണത്തിന് 2 അറ്റങ്ങളാണുള്ളത്. ഇതാണ് ഒന്നാമത്തെ അറ്റം, ഇതാണ് രണ്ടാമത്തെ അറ്റം. ഓക്കെ. വികർണത്തിൻ്റെ ഒരറ്റത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രൊട്രാക്ടർ വെക്കുക. അതിൽ 90 ഡിഗ്രിയിൽ ഒരു ബിന്ദു മാർക്ക് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും വരിക. പ്രൊട്രാക്ടർ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ 90 ഡിഗ്രിയിൽ ഇവിടെ ആയിരിക്കും വരിക. അപ്പോൾ എന്ത് ചെയ്യുക? വികർണത്തിൻ്റെ അറ്റം ഇത്, അതേപോലെ ഈ ബിന്ദു, ഇത് രണ്ടും വരുന്ന രീതിയിൽ ഒരു രേഖ വരയ്ക്കുക, അല്ലെങ്കിൽ ഒരു വര വരയ്ക്കുക, ഒരു വലിയ വര വരയ്ക്കുക. ഓക്കെ. ഇനി എന്ത് ചെയ്യുക? സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ രേഖ വരച്ചു. ഓക്കെ. ഇനി നമ്മൾ നമ്മുടെ ഡിവൈഡറോ അല്ലെങ്കിൽ കോമ്പസോ ഉപയോഗിച്ച് എന്ത് ചെയ്യുക? ഈ വികർണത്തിൻ്റെ നീളം അളന്നെടുക്കുക. ഓക്കെ. ഇനി ഡിവൈഡറിൻ്റെയും കോമ്പസിൻ്റെയും ഒരറ്റം ഇവിടെ വെച്ച് മറ്റേ അറ്റം എന്ത് ചെയ്യുക? ഈ രേഖയിൽ മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ബിന്ദു ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓക്കെ. അപ്പോൾ സമചതുരത്തിൻ്റെ ഒന്നാമത്തെ ബിന്ദു ഇത്, അറ്റം, രണ്ടാമത്തെ അറ്റം ഇത്, മൂന്നാമത്തെ അറ്റം ഇതായിരിക്കും ഉണ്ടാവുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 ബിന്ദുക്കളും തമ്മിൽ യോജിപ്പിക്കുക.
ബാക്കിയുള്ളത് നമ്മൾ മായ്ച്ച് കളയുക. അപ്പോൾ നമുക്ക് 1 2 രണ്ടാമത്തെ വശം കിട്ടും. ഓക്കെ. ഇനി നമുക്ക് മൂന്നാമത്തെ വശം എങ്ങനെ കണ്ടുപിടിക്കാം? മൂന്നാമത്തെ വശം കണ്ടുപിടിക്കാൻ നമ്മുടെ വികരണത്തിൻ്റെ മറ്റേ അറ്റത്ത് എന്ത് വെക്കണം? നമ്മുടെ പ്രൊട്രാക്ടർ വെക്കുക. ഇവിടുന്ന് ഇങ്ങനെ നോക്കുക, 90 ഡിഗ്രി. അപ്പോൾ 90 ഡിഗ്രി ഏകദേശം നമ്മുടെ പ്രൊട്രാക്ടറിൻ്റെ വലിപ്പം അനുസരിച്ച് ഇവിടെ ആയിരിക്കും അത് കിട്ടുന്നുണ്ടാവുക. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ഇവിടെ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഈ 3 ബിന്ദുക്കളും അതുപോലെ ഈ 2 വശങ്ങളും നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? നേരത്തെ നമ്മൾ നമ്മുടെ ഡിവൈഡർ അല്ലെങ്കിൽ കോമ്പസിൽ വികരണത്തിൻ്റെ അളവെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപയോഗിച്ച് ഈ രേഖയിൽ, ഇവർ തമ്മിൽ രേഖ വരയ്ക്കണേ, ആ രേഖയിൽ എവിടെയാണ് ഈ ബിന്ദു ഇത് വരുന്നതെന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ നാലാമത്തെ അറ്റം. അതായത് സമചതുരത്തിൻ്റെ ഒന്നാമത്തെ അറ്റം, രണ്ടാമത്തെ അറ്റം, മൂന്നാമത്തെ അറ്റം, നാലാമത്തെ അറ്റം. അറ്റം എന്ന് പറഞ്ഞാൽ മൂല. ഓക്കെ, നാലാമത്തെ മൂല. ഇനി എന്ത് ചെയ്യുക? വികരണത്തിൻ്റെ ഈ മൂലയും ഇപ്പോൾ നമുക്ക് കിട്ടിയ ബിന്ദുവും തമ്മിൽ എന്ത് ചെയ്യുക? യോജിപ്പിക്കുക. ബാക്കിയുള്ളത് മായ്ച്ച് കളയുക. ഓക്കെ. ഇപ്പം നമുക്ക് 3 വശങ്ങൾ കിട്ടിക്കാണും. ഇനി നമുക്ക് ഏതാ വേണ്ടത്? നാലാമത്തെ ഈ വശമാണ് വേണ്ടത്. നാലാമത്തെ ഈ വശം കിട്ടാൻ സ്കെയിൽ ഉപയോഗിച്ച് ഈ 2 ബിന്ദുക്കളെ യോജിപ്പിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വലിയ സമചതുരം കിട്ടും. എളുപ്പമല്ലേ വരയ്ക്കാൻ? അപ്പോൾ നമുക്ക് ഇത് വരയ്ക്കാൻ എന്ത് വേണം? പ്രൊട്രാക്ടർ വേണം, അതേപോലെ സ്കെയിൽ വേണം, പെൻസിൽ എന്തായാലും വേണം, പെൻസിൽ അല്ലെങ്കിൽ പേന. പിന്നെ നമുക്ക് എന്ത് വേണം? കോമ്പസോ അല്ലെങ്കിൽ ഡിവൈഡറോ. ഡിവൈഡറാണ് ഏറ്റവും നല്ലത്. ഓക്കെ. പിന്നെ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ഇതെല്ലാം തന്നെ വരച്ചാൽ നമുക്ക് പുതിയ സമചതുരം കിട്ടും. അപ്പോൾ നമ്മുടെ പുതിയ സമചതുരം എന്തായി? പൂർത്തിയായി. ഓക്കെ. ഇനി ഉത്തരം കണ്ടെത്താൻ വേണ്ടി നമ്മൾ അടുത്തതായിട്ട് എന്ത് ചെയ്യണം? അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ ചിത്രം നോക്കുക. ഓക്കെ. മൂന്നാമത്തെ ചിത്രം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ സമചതുരത്തിലെ മൂലകൾ ഈ 4 എണ്ണമാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക? ഈ മൂലയിൽ നിന്നും ഇതിൻ്റെ എതിർ മൂലയിലേക്ക് വികരണം വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു വികരണം കിട്ടും. അത് സമചതുരത്തെ 2ആയിട്ട് ഭാഗിക്കുന്നുണ്ട്. ഇനി ഈ മൂലയിൽ നിന്നും ഈ മൂലയിലേക്ക് അടുത്ത വികരണം വരയ്ക്കുക. അത് ഈ സമചതുരത്തെ ഇങ്ങനെ 2ആയിട്ട് ഭാഗിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ മൂന്നാമത്തെ ചിത്രത്തിൽ നമ്മൾ എന്ത് ചെയ്തു? പുതിയ സമചതുരത്തിലെ 2 വികരണങ്ങളും വരച്ചു. ഓക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ചിത്രം ഉള്ളത്. അതായത് ഇപ്പോൾ ചിത്രം ഇങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യാം? ഒരു ചോദ്യം ചോദിക്കാം. നമ്മുടെ വലിയ സമചതുരത്തിൽ ആകെ എത്ര മട്ടത്രികോണങ്ങളുണ്ട്? നാല് മട്ടത്രികോണങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ മട്ടത്രികോണം, രണ്ടാമത്തെ മട്ടത്രികോണം, മൂന്നാമത്തെ മട്ടത്രികോണം, നാലാമത്തെ മട്ടത്രികോണം. ഒന്നാമത്തെ മട്ടത്രികോണമാവാൻ കാരണം ഇതെന്താണ്? ഇത് 90 ഡിഗ്രി കോണാണ്. ഇതും എന്താണ്? 90 ഡിഗ്രിയാണ്. മൂന്നാമത്തേതിൽ ഇവിടെ 90 ഡിഗ്രി, നാലാമത്തേതിൽ ഇവിടെ 90 ഡിഗ്രി. ഇവരെല്ലാം തന്നെ
90 ഡിഗ്രി കോണുകളാണ്. അതുകൊണ്ട് ഈ ത്രികോണം മട്ടത്രികോണമായിരിക്കും. അപ്പോൾ 4 മട്ടത്രികോണങ്ങളാണ് നമുക്ക് വലിയ സമചതുരത്തിൽ കിട്ടുന്നത്. ഇനി ചെറിയ സമചതുരത്തിൽ എത്ര മട്ടത്രികോണങ്ങൾ ഉണ്ടായിരിക്കും? അതെ, 2. ഒരെണ്ണം ഇത്, രണ്ടാമത്തേത് ഇത്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വലിയ സമചതുരത്തിൻ്റെ പരപ്പളവ് ചെറിയ സമചതുരത്തിൻ്റെ 2 മടങ്ങാണ് എന്ന് കിട്ടും. അതെങ്ങനെയാണ് കിട്ടുന്നത്? ഇവിടെ 1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ത്രികോണം 2 സമചതുരങ്ങളുടെയും ഭാഗമല്ലേ? അതുകൊണ്ട് നമ്മുടെ എല്ലാ മട്ടത്രികോണങ്ങളും ഈ ത്രികോണത്തിന് തുല്യമായിരിക്കും. ഓക്കെ. എന്തുകൊണ്ടാണ് തുല്യമാവുന്നത്? വികർണം എപ്പോഴും സമചതുരത്തെ തുല്യ മട്ടത്രികോണങ്ങളായി ഭാഗിക്കും. ഓക്കെ, അങ്ങനൊരു കാര്യമുണ്ട്. അപ്പോൾ നമ്മുടെ ചെറിയ സമചതുരത്തിലെ 1ഉം 2ഉം ത്രികോണങ്ങൾ തുല്യമാണ്. പിന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? വലിയ സമചതുരത്തിലുള്ള 4 സമചതുരങ്ങളും ഒരുപോലെയാണ്. അതിൽ ഒരെണ്ണം എന്താണ്? നമ്മുടെ ചെറിയ സമചതുരത്തിൻ്റെ മട്ടത്രികോണത്തിന് തുല്യമാണ്. അതുകൊണ്ട് ചിത്രത്തിലുള്ള എല്ലാ മട്ടത്രികോണങ്ങളും തുല്യമായിരിക്കും. ഓക്കെ. അപ്പോൾ ചെറിയ സമചതുരത്തിൽ 2 മട്ടത്രികോണങ്ങളും വലിയതിൽ 4 മട്ടത്രികോണങ്ങളുമാണുള്ളത്. അതുകൊണ്ട് പുതിയ അല്ലെങ്കിൽ വലിയ സമചതുരത്തിൻ്റെ പരപ്പളവ് ചെറിയ സമചതുരത്തിൻ്റെ പരപ്പളവിൻ്റെ കൃത്യം 2 മടങ്ങാണ്. ഓക്കെ. ഇനി നമ്മുടെ ചെറിയ സമചതുരത്തിൻ്റെ പരപ്പളവ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടുപിടിച്ചിരുന്നു. ഒരു വശം 1 ആയതുകൊണ്ട് 1 × 1, അപ്പോൾ 1. 1 ചതുശ്ര മീറ്റർ ആയിരിക്കും ആരുടെ? നമ്മുടെ ചെറിയ സമചതുരത്തിൻ്റെ പരപ്പളവ്. അപ്പോൾ നമ്മുടെ വലിയ സമചതുരത്തിൻ്റെ പരപ്പളവ് എന്തായിരിക്കും? ഇതിൻ്റെ ഇരട്ടിയായിരിക്കും, അതായത് 2 മടങ്ങായിരിക്കും. അപ്പോൾ നമുക്ക് വലിയ സമചതുരത്തിൻ്റെ പരപ്പളവ് 2 ചതുരശ്ര മീറ്റർ എന്ന് കിട്ടും. ഓക്കെ. ഇനി നമുക്ക് ഒരു കാര്യം എഴുതി നോക്കാം. നമുക്ക് വലിയ സമചതുരത്തിൻ്റെ പരപ്പളവിൻ്റെ കാര്യമെടുക്കാം. അപ്പം നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. പരപ്പളവ് വലിയ സമചതുരത്തിൻ്റെയാണ്, അതിൻ്റെ പരപ്പളവ് എത്രയാണ്? 2 ആണ്. ഇനി പരപ്പളവ് കാണാനുള്ള സമവാക്യം എന്താണ്? വശം ഇൻറ്റു വശം, അതായത് വശത്തിൻ്റെ വർഗമായിരിക്കും നമ്മുടെ പരപ്പളവ്, ഈ 2 ചതുരശ്ര മീറ്റർ. അപ്പോൾ വലിയ സമചതുരത്തിൻ്റെ പരപ്പളവ് 2 ചതുരശ്ര മീറ്റർ ആണ്. അപ്പോൾ ഈ പരപ്പളവിൻ്റെ സമവാക്യം വശം ഇൻറ്റു വശം, അതായത് വശത്തിൻ്റെ വർഗമാണ്, വശത്തിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ വശത്തിൻ്റെ സ്ക്വയർ 2 എന്ന് എഴുതി. അപ്പോൾ നമുക്ക് വശം എന്തായിരിക്കും? ഒരു സംഖ്യയുടെ വർഗം ഇതാണെങ്കിൽ സംഖ്യ എന്തായിരിക്കും? ഇതിൻ്റെ വർഗമൂലമായിരിക്കും. വർഗമൂലം നമ്മൾ എന്ത് ചിഹ്നം ഉപയോഗിച്ചാണ് കാണിക്കുന്നത്? ഇതാണല്ലേ, സ്ക്വയർ റൂട്ട് ഓഫ് 2. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വശം √2
മീറ്റർ ആണ് എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 2 നിഗമനങ്ങളിലെത്തിയിരുന്നു. അത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒന്നാമത്തെ നിഗമനം ഇതാണ്. ഒന്നാമത്തെ നിഗമനം, ഒരു എണ്ണൽ സംഖ്യയുടെയും വർഗം 2 ആകില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ നിഗമനം എന്തായിരുന്നു? അപ്പോൾ നമുക്ക് ഈ √2 എന്ന് പറയുന്നത് 1നും 2നും ഇടയ്ക്കാണ് എന്നറിയാം. 1നും 2നും ഇടയ്ക്കുള്ള ഭിന്നസംഖ്യകളെ നോക്കുന്നു. അതിൻ്റെ വർഗം 2 ആണോ എന്ന് നോക്കും. അത് ഒരിക്കലും നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ നിഗമനം നമ്മുടേത് എന്താണ്? ഒരു ഭിന്നസംഖ്യയുടെയും വർഗം 2 ആകില്ല. അപ്പോൾ √2 എന്ന് പറയുന്നത് ഒരു എണ്ണൽ സംഖ്യ ആവില്ല, അതേപോലെ തന്നെ ഭിന്നസംഖ്യയും ആവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? നമ്മുടെ വശം, പുതിയ സമചതുരത്തിൻ്റെ വശം, അതായത് ചെറിയ സമചതുരത്തിൻ്റെ വികർണം എന്തായിരിക്കും? √2 മീറ്റർ ആയിരിക്കും. ഈ √2 എന്തായിരിക്കും? അപ്പോൾ അത് നമ്മൾ പുതിയ സംഖ്യാവിഭാഗത്തിലെ ഒരു സംഖ്യയായിരിക്കും. അപ്പോൾ √2 എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയ സംഖ്യാവിഭാഗത്തിലെ സംഖ്യയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചെറിയ സമചതുരത്തിൻ്റെ വികർണമാണ്. അല്ലെങ്കിൽ വലിയ വശത്തിൻ്റെ നീളം, വലിയ വശം എന്തായിരിക്കും? √2 മീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ പുതിയ സംഖ്യാവിഭാഗത്തിലെ പുതിയൊരു സംഖ്യേനെ പരിചയപ്പെടും. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ √2 എന്ന് പറയുന്ന ഒരു സംഖ്യയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇതിൻ്റെ വില എന്തായിരിക്കും എന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞ് നമ്മൾ നോക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? അടുത്ത വീഡിയോയിൽ പുതിയൊരു സംഖ്യ, ഈ സംഖ്യാവിഭാഗത്തിൽ വരുന്ന പുതിയൊരു സംഖ്യേനെ പരിചയപ്പെടാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ 9ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം തന്നെ കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റ് ചെയ്യുക. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ചാനൽ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു.